ചേച്ചി ഈ അമ്മ എന്തിനാണ് ഇവിടെ വന്നിരിക്കണേ? ആ വഴക്കായിട്ട് വന്നിരിക്കുവാണോ? അതിന് വഴക്കൊന്നും ഇട്ടില്ലല്ലോ. ഇതെന്താടാ അമ്മായി കൂവണേ? ഏയ് കണ്ണി പൊടി പോയിപ്പോ തുടച്ചേരി. കണ്ണില് പൊടി പോയതല്ലടാ, കരയാണതാ. പൊട്ടിക്കറിയണു. ചിരിക്കണോ? കരഞ്ഞോണ്ടിരുന്ന ആള് ചിരിക്കണടാ. ചേച്ചി ഓ മൊത്തത്തിൽ തെറ്റി കിടക്കുകയാണ്. ഇനി നമ്മളിവിടെ എന്നാ ശരിയാവൂല. വാ ഈ ലച്ചുവിനെയും ഗൗരിയും അടുക്കള ഭാഗത്തോട്ടേ കാണുന്നില്ലല്ലോ. നേരത്തെയൊക്കെ വല്ലപ്പോഴെങ്കിലും അടുക്കളയൊന്ന് കയറുമായിരുന്നു, ഇപ്പൊ അതും ഇല്ല. ആന്റി, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ചേച്ചിക്ക് നേരത്തെ വിശ്വാസമില്ലായിരുന്നു, ഇപ്പൊ ചേച്ചിക്ക് വിശ്വാസമായി. ഈ അമ്മായി ശാർക്കരെ പോയി നിന്നിട്ട് 5-6 ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. കഴിഞ്ഞ തവണ ഇതേപോലെയായിരുന്നു. ശാർക്കരെ പോയി നിന്നിട്ട് വന്ന് എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്ക് അമ്മായിടത്തൊന്ന് സംസാരിക്കാം ഇതിനെ കുറിച്ച്, അല്ലെങ്കിൽ ശരിയാവൂല. സംസാരിക്കാൻ അമ്മായി നിന്നരില്ലല്ലോ, അമ്മായി വേറെ ലോകത്തല്ലേ. അമ്മൂമ്മേ, ഇതത്ര നിസാര കാര്യമല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യാ. നോക്കിയും കണ്ടൊക്കെ ഡീൽ ചെയ്തില്ലെങ്കിലേ പണി പാളും. അമ്മൂമ്മ, എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിനെ കാണിക്കണായിരിക്കും നല്ലത്. സയന്റിഫിക് ആയിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തോന്ന്? ഇതിപ്പോ ഒരു ഗൗരി, എന്നമ്മ നീ അങ്ങോട്ടോടെ പോവാ? നമ്മളെ പുറകിലത്തെ അലക്കലില്ലേ, അതിന്റെ പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാ അപ്പുറത്തെ പാടത്തില് വെള്ളം കെട്ടി കിടക്കുന്ന കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഇരുന്ന് ഗഹനമായി ചിന്തിച്ചു കഴിയുമ്പോഴാണ് ജീവിതം എത്ര കൗതുകകരമാണെന്ന് മനസ്സിലാവണം. ഇനി മിക്കവാറും ടെറസിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് പ്രകൃതി ആസ്വദിക്കാനാന്ന് പറയും. പ്രകൃതി ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ആസ്വദിക്കും. താങ്ക് യു. ഇതെന്തുവാ മുടി വെച്ചിട്ടാട്ടോ? ஐயோ ரொம்ப எரிச்சலா இருக்கா. நம்ம ஏதாவது ஒண்ணு செய்யணும். നിങ്ങൾ എന്തുവാന്ന് വെച്ചാ ചെയ്, ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ. നിങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പേടിച്ചിരുന്ന എങ്ങനെയാ? നിങ്ങൾ സംസാരിക്കല്ലേ? അങ്ങോട്ടാ ചേച്ചി പറഞ്ഞ ഗൗരവമായി കേൾക്കും. എന്റെ പൊന്നു കൊച്ചേ, ഈ മാനസിക നില തെറ്റിയ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവരെ മെരുക്കിയെടുക്കാൻ ഇച്ചിരി പാടാ.
ഇതിപ്പോ മുടി വെട്ടുന്ന സ്റ്റൈലൊക്കെ മാറിയില്ലേ? അതെ, ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കുന്ന ഓരോ സമയവും അവിടുത്തെ ഓരോ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. വെറുതെ വഷളാക്കുന്നതിലും നല്ലത് പോയി സംസാരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലെന്ന് പറയാം. അമ്മൂമ്മ ചെല്ലങ്ങോട്ട്, അമ്മൂമ്മയുടെ എല്ലാം വരുമ്പോൾ ചെല്ല്. Team Teddy, the Jonathan. Taka Teddy, the Jonathan. Team Teddy, the Jonathan. Taka Teddy, the Jonathan. അല്ല, നിങ്ങളെല്ലാരും കൂടെ എന്താ ഇങ്ങ് വന്ന്? കനകേച്ചി, കിച്ചണിൽ ജോലിയൊന്നും ഇല്ലേ? வேலையெல்லாம் இருக்கு. நீ என்ன கௌரி இங்க உட்காந்துட்டு இருக்க? ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം? ഞാൻ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ അത്ഭുതം തോന്നണല്ലേ? ഇങ്ങനെ വെറുതെ ഇരിക്കാൻ മറന്നുപോയതാണ് എല്ലാവരുടെയും പ്രശ്നം. ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലേ എല്ലാ പ്രശ്നവും തീരുവോ? അങ്ങനെ വെറുതെ ഇരിക്കണം. വെറുതെ ഇരുന്ന് ഈ ചുറ്റുപാടൊക്കെ ശ്രദ്ധിക്കണം. അമ്മ, ഓ, പടവലത്താറ്റില് വെള്ളമുണ്ടോ? ആറാവുമ്പോ പിന്നെ വെള്ളം കാണത്തില്ലയോ? അതല്ല, ആറ്റ് നിറച്ച് വെള്ളം ഉണ്ടാന്ന്. അത് ആറ്റിച്ചെന്ന് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ആറിന്റെ അടുത്ത് ഈ വഴി ഒഴുകാൻ പറയാ. അല്ലേടാ കേശു? ഏറ്റില്ലല്ലേ? അമ്മായി, ഇവിടെ ഇങ്ങനെ വെറുതെ കയറിയത് എങ്ങനെ ശരിയാവും? അത് തന്നെ ഞാനും ആലോചിക്കണ ലച്ചുവേ. പ്രകൃതിയോട് കുറച്ചും കൂടെ ചേരണം. അതിനിവിടെ ഒരു പാവിരിച്ച് കിടന്നാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആ, അങ്ങനൊക്കെ കിടക്കേണ്ട സമയമായി അല്ലേ ചേട്ടാ? ചേച്ചി സൈക്കാട്രിസ്റ്റ്. അമ്മായി, നമുക്ക് ഒന്ന് പുറത്തു പോയിട്ട് വന്നാലോ? എവിടെ? നമുക്ക് ഇവിടെ ചെമ്പമുക്ക് വാഴക്കാല ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരാന്ന്. ഇല്ല ലച്ചുവേ, എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ഭയങ്കര ബാഡാണ്. ഈ വണ്ടിയുടെ അലർച്ച, ആൾക്കാരുടെ ശബ്ദം, ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാൻ പ്രകൃതിയിൽ നിന്ന് ഒരുപാടൊന്ന് അകന്നു പോവും. ഞാൻ ഇല്ല. അല്ല അമ്മായി, ഈ വണ്ടിയുടെ സൗണ്ടും ആൾക്കാരുടെ അലർച്ചയൊക്കെയാണ് പ്രശ്നമെങ്കിലേ നമുക്ക് വേണമെങ്കിൽ കാറ് വിളിച്ചിട്ട് AC ഒക്കെ ഇട്ട് ഇങ്ങനെ പോവാം നമുക്ക്. എടാ, ഞാൻ ഇല്ലടേ. ഞാൻ ഇല്ല. ആ, അല്ല, നിങ്ങൾ ശരിക്കും എവിടെ പോണത്? അമ്മായി, എന്റെ ഒരു ഫ്രണ്ടേ ധന്യ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ധന്യ ഇവിടെ ചെമ്പുമുക്കിലേക്ക് വീട് മാറിയിട്ടുണ്ട്. നമുക്ക് അവളുടെ വീട് വരെ പോയാലോ? അവളുടെ ചേട്ടനെ സൈക്കാട്രിസ്റ്റാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. പോയിട്ട് നമുക്ക് കുറച്ചു നേരം അവിടെ സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. എടാ, ഞാൻ ഇല്ലടേ. എനിക്ക് പ്രകൃതിയായിട്ട് കുറച്ചും കൂടി ചേരണം. ആ പാറമഴയുടെ സൈഡിൽ പോയിരുന്ന് കരയാനല്ലേ? കണ്ടല്ലേ? പാറുവിന്റെ ഒരു കാര്യം ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണം. അമ്മായി, നമുക്കെന്നാ പോയാലോ? എടേ, ഞാൻ ഇല്ലെന്ന്. ആ, എന്നാ പിന്നെ നമുക്ക് പുറത്തു പോകണ്ട. നമുക്കിപ്പോ വീട്ടിൽ പോവാലോ. മാവിന്റെ ചോട്ടിൽ വെറുതെ ഇരിക്കണ എന്തിനാ? എടാ, നിങ്ങൾ പോടെ. ഞാൻ എന്തിനാ എന്നെ വിളിക്കണെന്തിന്? നമ്മള് ചുമ്മാ പോയിട്ട് വരാം.